الذين يتربصون بكم فإن كان لكم فتح من الله قالوا ألم نكن معكم وإن كان للكافرين نصيب قالوا ألم نستحوذ عليكم ونمنعكم من المؤمنين فالله يحكم بينكم يوم القيامة ولن يجعل الله للكافرين على المؤمنين سبيلا الذين അവർ യതറബ്ബസൂന ബിക്കും നിങ്ങളിൽ കാലവിപത്തുകൾ പ്രതീക്ഷിക്കുന്നു. ഫഇൻ കാന ലകും ഫത്ഹും മിനല്ലാഹ് ഇനി നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വല്ല വിജയവും ഉണ്ടായാൽ ഖാലൂ അലം നകും മഅകും അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലല്ലായിരുന്നോ. വഇൻ കാന ലിൽ കാഫിരീന നസീബ് ഇനി നിഷേധികൾക്ക് വല്ല വിജയത്തിൻ്റെയും മോഹരി ലഭിച്ചാൽ ഖാലൂ അലം നസ്തഹ്വിദ് അലൈക്കും കപടവിശ്വാസികൾ പറയും ഞങ്ങൾ നിങ്ങളെ ജയിച്ചടക്കാൻ കഴിവുള്ളവരായിരുന്നില്ലേ. വനംനഅകും മിനൽ മുഅ്മിനീൻ മുസ്ലിംകളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചത് ഞങ്ങളല്ലേ. ഫല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമ അപ്പോൾ അല്ലാഹു നിങ്ങൾക്കിടയിൽ ഖിയാമത്ത് നാളിൽ തീരുമാനം പറയുന്നതാണ്. വലൻ യജ്അലല്ലാഹു ലിൽകാഫിരീൻ അല്ലാഹു നിഷേധികൾക്കാക്കി കൊടുത്തിട്ടില്ല അലൽ മുഅ്മിനീന സബീല സത്യവിശ്വാസികളുടെ മേൽ ഒരു മാർഗവും കൊടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കപടവിശ്വാസികളുടെ മറ്റൊരു ദുർഗുണം പറയുകയാണ്. നമ്മളിലില്ലെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടി, ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടി. അല്ലദീന യതറബ്ബസൂന ബിക്കും കപടവിശ്വാസികൾ സ്വാർത്ഥന്മാരാണ്, സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരാണ്. അവരുടെ ഏക ലക്ഷ്യം അവരുടെ കാര്യം. എവിടെയാണെങ്കിലും ആ കാര്യം ഭദ്രമാകണം. അവർ ഭരിച്ചാൽ അവരുടെ കൂട്ടത്തിൽ, ഇവർ ഭരിച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ. അവർ ജയിച്ചാൽ അവരുടെ കൂട്ടത്തിൽ, ഇവർ ജയിച്ചാൽ അപ്പോഴും ലാഭം കിട്ടണം. അല്ലദീന യതറബ്ബസൂന ബിക്കും അവർ വെറും സ്വാർത്ഥന്മാരാണ്. പ്രത്യേകിച്ചും നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് രണ്ട് ഭാഗത്ത് നിന്നും സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എപ്പോഴും അവരുടെ ലക്ഷ്യം സ്വന്തം കാര്യം, സ്വന്തം സമ്പാദ്യം, സ്വന്തം വിജയം. അല്ലദീന യതറബ്ബസൂന ബിക്കും അവർ നിങ്ങളെ പ്രതീക്ഷിച്ച് കഴിയുന്നു. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് പരാജയമുണ്ടാകണം, സത്യവിശ്വാസികൾ തോക്കണം.
അങ്ങനെ നിഷേധികളിൽ നിന്നും കുറേ പണം കിട്ടണം. فإن كان لكم فتح من الله قالوا ألم نكن معكم. പടച്ചവൻ്റെ ഭാഗത്ത് നിന്നും സത്യവിശ്വാസികൾക്ക് വല്ല വിജയങ്ങൾ ലഭിച്ചാൽ ഉടനെ അവർ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലല്ലായിരുന്നു, ഞങ്ങളുടെ പേര്, ഊര്, കോലം എല്ലാം നിങ്ങളുടെ കൂട്ടത്തിലാണല്ലോ. وَإِن كَانَ لِلْكَافِرِينَ نَصِيبٌ. ഇനി നിഷേധികൾക്ക് വല്ല വിജയവും ലഭിച്ചാൽ قَالُوا أَلَمْ نَسْتَحْوِذْ عَلَيْكُمْ وَنَمْنَعْكُمْ مِنَ الْمُؤْمِنِينَ. അവർ പറയും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ വലിയ കഴിവുണ്ടായിരുന്നു, വേണമെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മുസ്ലിമുകൾക്ക് വിജയത്തിൻ്റെ വഴി തുറന്നു കൊടുക്കാമായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും പറയാതെ ഞങ്ങളാ ജയിപ്പിച്ചത്. ഞങ്ങൾക്ക് നിങ്ങളെ തകർക്കാൻ എല്ലാ ശേഷിയും ഉണ്ടായിരുന്നു. വനംനഅകും മിനൽ മുഅ്മിനീൻ. മുസ്ലിംകളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചത് ഞങ്ങളാണ്, നിങ്ങളൊന്നുമല്ല, നിങ്ങളെല്ലാം ഞങ്ങളാ ജയിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, ഫല്ലാഹു യഹ്കുമു ബൈനകും യൗമൽ ഖിയാമ. അള്ളാഹു തആല നിങ്ങൾക്കിടയിൽ ഖിയാമത്ത് നാളിൽ വിധി പറയുന്നതാണ്. നാളെ പരലോകത്ത് വിധി പറയും. ആരെല്ലാം സത്യവിശ്വാസിയാണോ അവരെ അനുഗ്രഹിക്കും, ആരെല്ലാം നിഷേധിയാണോ കപട വിശ്വാസിയാണോ രണ്ടുപേരെയും ശിക്ഷിക്കും. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഇങ്ങനെ നിഷേധികൾ ഇടയ്ക്കിടയ്ക്ക് വിജയിച്ചു കൊണ്ടിരുന്നാൽ, പ്രത്യേകിച്ചും ഈ കപട വിശ്വാസികളുടെ കോലിടൽ കാരണം അവർക്ക് വിജയങ്ങൾ ലഭിച്ചാൽ നിഷേധികളങ്ങ് പൂർണ്ണമായിട്ട് വിജയിച്ചു പോകുമല്ലോ. അല്ലാഹു തആല അന്നത്തേക്കും ഇന്നത്തേക്കും പറയുന്നു, വലൻ യജഅലല്ലാഹു ലിൽകാഫിരീന അലൽ മുഅ്മിനീന സബീലാ. അല്ലാഹു തആല നിഷേധികൾക്ക് സത്യവിശ്വാസികളുടെ മേൽ പരിപൂർണമായി നശിപ്പിക്കാൻ ഒരു വഴിയും തുറന്നു കൊടുക്കുന്നതല്ല. 14 നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ്. മിക്കവാറും എല്ലാ സന്ദർഭങ്ങളിലും സത്യത്തിൻ്റെ വാഹക സംഘത്തിന് എണ്ണമില്ല, വണ്ണമില്ല, ആയുധമില്ല, ശേഷിയില്ല. പക്ഷേ അല്ലാഹു തആല സത്യവിശ്വാസികളുടെ വാഹക സംഘത്തെ ഭദ്രമായി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ഇന്ന് വരെയും കൊണ്ടുവന്നു, ഖിയാമത്ത് നാൾ വരെയും നീക്കുകയും ചെയ്യും. ലാ യസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി. എൻ്റെ സമുദായത്തിൽ ഒരു കൂട്ടം ആളുകൾ വിജയം വരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. സഹാബത്ത് ചോദിച്ചു, അവരാരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ബൈത്തുൽ മുഖദ്ദസിലുള്ളവർ, അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള മഹത്തുക്കൾ. വലൻ യജഅലല്ലാഹു ലിൽകാഫിരീന അലൽ മുഅ്മിനീന സബീലാ. അല്ലാഹു നിഷേധികൾക്ക് സത്യവിശ്വാസികളുടെ മേൽ ഒരു മാർഗവും വെച്ചിട്ടില്ല. ഒരിക്കലും നിഷേധികൾക്ക് പൂർണ്ണമായിട്ട് വിജയിക്കാൻ സാധിക്കുന്നതല്ല. കുറേ വിജയിച്ചുവെന്ന് തോന്നലുണ്ടാകും. അല്ലാഹു ഒരു ചൂലിനെ കൊണ്ടുവന്ന് എട്ടുകാലി വലയെ തുടച്ചു മാറ്റുന്നത് പോലെ തുടച്ചു മാറ്റുന്നതാണ്. വീണ്ടും പടച്ചവൻ സത്യവിശ്വാസികൾ കുറേ പരീക്ഷണം കൊടുക്കും, അവരുടെ അവസ്ഥ നന്നാകും. വീണ്ടും അല്ലാഹു നിഷേധികളെ തകർക്കും. ചുരുക്കത്തിൽ ഈ ആയത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം മുനാഫിക്കുകളുടെ ദുസ്വഭാവമായ ഇരട്ടമുഖമാണ്. അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും, നമുക്കും കിട്ടണം പണം. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഏറ്റവും മോശപ്പെട്ടവർ ദുൽവജ്ഹൈൻ, 2 മുഖങ്ങളുള്ളവരാണ്. അവിടെയും ഒരു മുഖമായി പോകും, ഇവിടെയും മറ്റൊരു മുഖവുമായി വരും.
എന്നിട്ട് സ്വന്തം താല്പര്യം മാത്രം എടുക്കും. ഈ സൂറത്തിൻ്റെ അടിസ്ഥാന വിഷയമായ വൈവാഹിക പ്രശ്നങ്ങളുടെ വിഷയത്തിലും ഇത്തരം ആളുകൾക്ക് വലിയ പങ്കുണ്ട്. രണ്ട് ഭാഗത്ത് നിന്ന് പ്രശ്നം രൂക്ഷമാക്കും. കപടവിശ്വാസികൾ ദുർഗുണമാണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർക്കിടയിൽ യോജിപ്പിന് വേണ്ടി പരിശ്രമിക്കുന്നവർ ചിലപ്പോൾ രണ്ടുപേരോടും സ്നേഹത്തിൽ പെരുമാറും. അവർ ഈ വിഭാഗത്തിൽപ്പെട്ടവരല്ല. ഒരു ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ വിഷയം മുസ്ലിമീങ്ങളും നിഷേധികളും വഴക്കുണ്ടാക്കുന്നു. ഈ സമയത്ത് യോജിപ്പിന് വേണ്ടി പരിശ്രമിക്കുന്നവർ ഒരു കൂട്ടരുടെ കൂട്ടത്തിൽ നന്നായിട്ട് പെരുമാറി മറ്റുള്ളവരോട് മോശമായി പെരുമാറി അവിടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനാണ്? അവർ രണ്ടുപേരോടും നല്ല നിലയിൽ തന്നെ കഴിയും. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രണ്ടുപേരെയും അവർ ചിലപ്പോൾ സന്തോഷിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, എല്ലാ നുണയും നുണയാണ്, പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബാഹ്യമായി ശരിയെന്ന് തോന്നുന്ന ചെറിയ നുണകൾ പറയാൻ അനുവാദമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കൂടി ആളിക്കത്ത് നിൽക്കുകയാണ്. ഇവിടെ ആ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മോശപ്പെട്ട അഭിപ്രായമൊന്നുമല്ല. എന്നോട് അദ്ദേഹം നിങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞു. എപ്പോഴാ? 10 വർഷം മുമ്പ്. ഭർത്താവിൻ്റെ അടുത്ത് പോയി അദ്ദേഹം ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭാര്യയുടെ കുടുംബക്കാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. 10 വർഷം മുമ്പ് അത് പറഞ്ഞില്ല. ഈ രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം. ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രശ്നം രൂക്ഷമാക്കാനും സ്വന്തം താല്പര്യം നേടിയെടുക്കാനും ഇരട്ടമുഖം കാണിക്കൽ കടുത്ത കുറ്റമാണ്, പാതകമാണ്, കപടവിശ്വാസികൾ ദുർഗുണമാണ്. പക്ഷേ ജനങ്ങൾക്കിടെ യോജിപ്പിന് വേണ്ടി ഭാര്യ ഭർത്താക്കന്മാർ, മുസ്ലിമീങ്ങൾ പരസ്പരം, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും അത്തരം ആളുകളെ കപടന്മാരെന്ന് വിളിക്കുന്നവർ വിളിച്ചോട്ടെ, അവർ കപടന്മാരല്ല, മറിച്ച് അവർ നന്മയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അവരിലൂടെ വലിയ നന്മകളുണ്ടായിത്തീരും. അതുകൊണ്ട് ഈ ആയത്ത് പറയുന്നു, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇരട്ടമുഖം കാണിക്കൽ അത് കഠിന കുറ്റമാണ്. അവർ വലിയ പാതകമാണ് ചെയ്യുന്നത്. അവർക്കതിൻ്റെ ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അവരതിലൂടെ എന്തെല്ലാം പരിശ്രമിച്ചാലും ആ പരിശ്രമം കൊണ്ട് നിഷേധികൾക്ക് ആത്യന്തികമായ യാതൊരു ഫലവും ഉണ്ടാകുന്നതല്ല. വലൻ യജ്അലല്ലാഹു ലിൽകാഫിരീന അലൽ മുഅ്മിനീന സബീലാ.